അല്ല, പഠിക്കേണ്ടതില്ലെന്ന് തീരുമാനം എടുത്തിട്ടില്ല. ഇല്ല, ശുപാർശ. അതൊരു ശുപാർശ മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഒരു സെനറ്റ് അംഗവും സിൻഡിക്കേറ്റ് അംഗവും പിന്നെ ഒരു സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി, സ്ഥിരമായി നമ്മുടെ വാർത്തകളിൽ ഒരാളൊരു സംഘടനയാണ്, അവരും പരാതി കൊടുത്തിരുന്നു. അങ്ങനെ വ്യക്തിപരമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വൈസ് ചാൻസലർക്കൊക്കെ ലഭിച്ച പരാതികൾ സംയോജിപ്പിച്ച് ഇതേക്കുറിച്ച് പഠിച്ചൊരു അഭിപ്രായം പറയാൻ ഡോക്ടർ എം ബഷീറിനോട് പറയുകയാണ്. എം ബഷീർ നമുക്കറിയാം, അദ്ദേഹം ഒരു സാഹിത്യ വിമർശകനാണ്, നിരൂപകനാണ്. അപ്പോൾ നിരൂപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെർട്ടൈസ്, ഭാഷാധ്യാപകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് അദ്ദേഹം ഈ സിലബസ് പരിശോധിക്കുന്നു. അപ്പോൾ സിലബസിൽ ചില അവ്യക്തതകളുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സവിശേഷമായി ലഭിച്ച പരാതികൾ അദ്ദേഹം ഇങ്ങനെ ക്രോഡീകരിക്കുന്നു. അതിലെ ഏറ്റവും രസകരമായ കാര്യം, ഒന്നാമത്തെ കാര്യം, വേടൻ എന്ന റാപ്പറുടെ പാട്ട് പഠിപ്പിക്കുന്ന സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കും. അങ്ങനൊരു പരാതി ആരായിരിക്കും കൊടുക്കാൻ നമുക്ക് ഊഹിക്കാം. മറ്റൊന്ന്, കുറേ കൂടി ഈ മൈക്കൽ ജാക്സൻ്റെ ദേ ഡോണ്ട് കെയർ അസ് എന്നുള്ള ആ പാട്ടും ഈ റാപ്പർ വേടൻ്റെ പാട്ടും അത് രണ്ടും താരതമ്യം ചെയ്യേണ്ടതുണ്ടോ, താരതമ്യം പഠിക്കാൻ യോഗ്യമാണോ, അത് രണ്ടും എന്തെങ്കിലും തരത്തിൽ താരതമ്യം അർഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. മറ്റൊന്ന്, ഗൗരി ലക്ഷ്മി എന്ന ഒരു ഗായിക ഒരു അഷ്ടപതി, ഒരു കഥകളി സംഗീതം വേറൊരു രൂപത്തിൽ, ഒരു ഫ്യൂഷൻ രൂപത്തിൽ അവതരിപ്പിച്ചത് താരതമ്യ പഠനത്തിന് നിർദ്ദേശിച്ചത് ശരിയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കിയെല്ലാം എന്താണ് പരിശോധിക്കപ്പെടേണ്ട വാലിഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അക്കാഡമിക്കലി പരിശോധിക്കണം. അപ്പോൾ അത് പരിശോധിക്കുന്നു. അതിൽ പരിശോധിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ സിലബസ് മൊത്തത്തിലെടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് ഈ ചോദ്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ശുപാർശയും ശരിയായി മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഈ സിലബസ് എന്ന് പറയുന്നത് വലിയ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെയും തോട്ട് പ്രോസസിൻ്റെയും ഭാഗമാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വെറുതെ മലയാളം പഠിക്കുകയല്ല, ഫങ്ഷണൽ മലയാളത്തിൻ്റെതായ ചില കാര്യങ്ങൾ അതിലുണ്ട്. മലയാളവും ടൂറിസവും, പാട്ട്, സാഹിത്യം, തൊഴിലധിഷ്ഠിത മലയാളം, അങ്ങനെ പല തലങ്ങളിലെ മലയാളത്തെക്കുറിച്ചുള്ള സിലബസ്, ടോട്ടൽ സിലബസ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുക. അപ്പോൾ ഈ താരതമ്യ പഠനം എന്ന് പറയുന്നത് ഇപ്പോൾ പോപ്പുലർ സാഹിത്യം, പോപ്പുലർ കല എന്നൊക്കെ പറയുന്ന പോപ്പ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് അമേരിക്കയിലുണ്ടായതാണ്, ഒന്ന് കേരളത്തിലുണ്ടായതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി താരതമ്യം ചെയ്ത് പഠിക്കണോ എന്നുള്ള ചോദ്യത്തിന് ഡോക്ടർ എം ബഷീർ പറയുന്നത്, ഈ സിലബസിൽ പറയുന്നത് ഇതിൻ്റെ സംഗീതം താരതമ്യം ചെയ്യാനാണ്. സംഗീതം എങ്ങനെയാണ് താരതമ്യം ചെയ്യുക, മറ്റത് വേറൊരു തരത്തിലുള്ള സംഗീതമാണ്, ഇത് വേറെ തരത്തിലുള്ള സംഗീതമാണ്. സംഗീതത്തെക്കുറിച്ച് എങ്ങനെയാണ് BA മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് ബോധ്യം ഉണ്ടാവുക? അവർ ഇത്രയും കാലത്തെക്കുറിച്ച് സംഗീതം പഠിച്ചിട്ടില്ലല്ലോ. വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. സംഗീതം, അപ്പോൾ പാട്ട് സാഹിത്യം എന്നൊരു ശാഖ ഉണ്ട് എന്നും, പാട്ട് സാഹിത്യത്തിൽ സംഗീതമാണോ താരതമ്യം ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. സംഗീതമല്ലല്ലോ, അതിൽ ലിറിക്സ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റാപ്പിൽ ഉപയോഗിക്കുന്നത് സാഹിത്യമൂല്യമില്ലാത്ത വാക്കുകളാണെന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വ്യക്തിപരമായ അഭിപ്രായമാണ്, സാഹിത്യമൂല്യമില്ലാത്ത വാക്കുകൾ. അതായത് നമ്മൾ ഈ പറയുന്ന അഷ്ടപതിക്കും മണിപ്രവാള സാഹിത്യത്തിനും ഒക്കെ ഉള്ള സാഹിത്യമൂല്യം റാപ്പർ വേടൻ്റെ വാക്കുകൾക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എത്രമാത്രം സ്വീകാര്യമാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന സംസ്കൃതത്തിൽ എഴുതിയാൽ മാത്രമേ, അല്ലെങ്കിൽ മണിപ്രവാള ഭാഷയിൽ എഴുതിയാൽ മാത്രമേ സാഹിത്യമൂല്യം ഉണ്ടാകൂ എന്ന ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല. റാപ്പർ വേടൻ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് പ്രസക്തം, അതിനെയാണ് താരതമ്യം ചെയ്യേണ്ടത്. മൈക്കൽ ജാക്സൺ ഉപയോഗിക്കുന്ന സംഗീതത്തേക്കാൾ, അതിൻ്റെ ദ്രുതതാളത്തേക്കാൾ അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ലിറിക്സാണ് യഥാർത്ഥത്തിൽ താരതമ്യം ചെയ്യണം. ആ ലിറിക്സുമാണ് താരതമ്യം ചെയ്യാനായിരിക്കും സിലബസിൻ്റെ ഉപജ്ഞാതാക്കൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇദ്ദേഹം മനസ്സിലാക്കുന്ന സംഗീതത്തെ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഗൗരി ലക്ഷ്മിയുടെ അഷ്ടപതിയുടെ ഫ്യൂഷൻ വേർഷനിലും അദ്ദേഹം ഇതേ കാര്യമാണ് പറയുന്നത്. ഒന്ന് കഥകളി സംഗീതം, കുചേലവൃത്തമാണ്. അപ്പോൾ കുചേലവൃത്തം ഭക്തിസാന്ദ്രമാണ്. ഗൗരി ലക്ഷ്മിയുടെ ആ വീഡിയോ കാണുമ്പോൾ ഒരാൾക്ക് ഭക്തി തോന്നുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ആ മ്യൂസിക് അവർ മാറ്റിയിട്ടില്ല, അതേ താളത്തിൽ അതേ രാഗത്തിൽ തന്നെയാണ് ആ പാട്ട് പാടുന്നത്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വാദ്യമേളങ്ങൾ ആധുനികമാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതൊരു വീഡിയോ ചിത്രീകരിച്ചു വന്നു. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അദ്ദേഹത്തിന് ഭക്തി തോന്നിയില്ല എന്നാണ് പറയുന്നത്. ആക്ച്വലി എങ്ങനെയാണ് പൗരാണികമായ അല്ലെങ്കിൽ പുരാതനമായ ഒരു സംഗീത ശാഖയെ ഫ്യൂഷനിലൂടെ പുതിയ കാലത്തേക്ക്, പുതിയ ലോകത്തേക്ക് ആനയിക്കുന്നത്, പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുന്നത് എന്നുള്ളതാണല്ലോ താരതമ്യ പഠനത്തിൻ്റെ ഉദ്ദേശം. അതിലെ വരികളും അതിൻ്റെ സംഗീതവും, ആ സംഗീതത്തിന് അതിന് മാറ്റമേ ഇല്ല. ഞാൻ പറഞ്ഞു, ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ആധുനിക വാദ്യോപകരണങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളൂ, സംഗീതം അത് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വരികൾ തന്നെയാണ് താരതമ്യം ചെയ്യുക, ആലാപന ശൈലി താരതമ്യം ചെയ്യുക. അപ്പോൾ പാട്ട് സാഹിത്യത്തിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ട് എം ബഷീർ ഒരു അഭിപ്രായം പറഞ്ഞു. അതിൽ തീരുമാനം എടുക്കേണ്ടത് ആരാണ്? അക്കാഡമിക് കൗൺസിലാണ്, അല്ലേ? അപ്പോൾ തീരുമാനമെടുക്കാത്തൊരു കാര്യത്തിൽ ഡോക്ടർ എം ബഷീർ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നതിന് വലിയ ആക്രമിക്കപ്പെടേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അദ്ദേഹത്തിനെതിരെ വ്യാപകമായ പ്രചാരണം നടക്കുന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇത് വേടൻ്റെ പാട്ട് പഠിക്കേണ്ട, അങ്ങനെ തീരുമാനിച്ചെന്ന തോതിൽ വാർത്തകൾ പുറത്തുവിട്ടും പ്രചാരണം നടത്തും ആരാണെന്ന് കൂടി നോക്കേണ്ടതുണ്ട്. അത് ആരുടെ താല്പര്യമാണെന്ന് കൂടി നോക്കേണ്ടതുണ്ട്.